ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്കിപ്പോൾ ചെയ്യാൻ കയറ്റിയാണ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 37,350 കിലോമീറ്ററാണ്. 37,352 കേട്ടോ. അടുത്ത ഓയിൽ ചേഞ്ച് വന്നത് പ്ലസ് 3000, അതായത് 40,300 അടുത്ത ഓയിൽ ചേഞ്ച് ആയിട്ട് ചെയ്യണം. ഇത് എഞ്ചിൻ ഓയിൽ മാത്രമല്ല, ഗിയർ ഓയിലും നമുക്ക് അത്യാവശ്യം ലെവൽ കുറവാണ് ഗിയർ ഓയിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഗിയറിൻ്റെ ഓയിലും കൂടി നമുക്ക് മാറ്റിക്കളയാം. എഞ്ചിൻ ഓയിലും ഗിയർ ഓയിലും വേറെ വരണം കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. ഗിയർ ഓയിൽ ഏകദേശം ഒരു 10,000 കോടിയിട്ട് മാറ്റിയാൽ മതി. ഓരോ 10,000ത്തിലും മാറ്റിയാൽ മതി. അതല്ലെങ്കിൽ വല്ല ഓയിൽ ലീക്കോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ മാത്രം മാറ്റിയാൽ മതി. ഇതിപ്പോൾ ലെവൽ കുറവുള്ളത് കൊണ്ട് മാറ്റിയിട്ടാണ്. പിന്നെ എഞ്ചിൻ ഓയിൽ ഓരോ 3000 കിലോമീറ്റർ മാറ്റണം കേട്ടോ. അപ്പോൾ അത് കണക്കാക്കി ചെയ്താൽ മതി. വേറെ നമുക്ക് ജനറൽ സർവീസോ വേറെ വർക്കുകളൊന്നുമില്ല. ഫ്രണ്ട് വെട്ടലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഓടിച്ച് നോക്കിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ടയറിനകത്ത് പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇപ്പോൾ കറക്റ്റ് സെറ്റിംഗ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് പുറമെ കൊടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇത് ടയറിൽ എയറിൻ്റെ ബാക്കിയത്തെ നമുക്ക് എഞ്ചിൻ ഓയിൽ കാര്യങ്ങളപ്പോൾ ബ്രേക്കൊക്കെ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അതൊന്ന് ചെയ്തിട്ടേക്കാം. ഓക്കെ. പിന്നെ ആ ഹോൺ സ്വിച്ച് കാര്യങ്ങൾ, ലൈറ്റ് സ്വിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ.